യോഹന്നാൻ 20:21 പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ശിഷ്യന്മാർക്ക് ആദ്യം അവിശ്വസനീയമായി തോന്നിയെങ്കിലും കർത്താവിനെ കണ്ടതിൽ അവർ അത്യധികം സന്തോഷിച്ചു. യേശു പിന്നീട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന്. യോഹന്നാൻ 17:18 യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്നാണ്. കർത്താവ് പ്രാർത്ഥിച്ച് സമാധാനം നൽകിയാണ് ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായി അയച്ചത്. പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് രക്ഷാകര ദൗത്യവുമായി അയച്ചപ്പോൾ പട്ടുമെത്ത ഓഫർ ചെയ്തല്ല അയച്ചത്. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നിന്ദയും പരിഹാസവും ഒക്കെയാണ് പുത്രൻ തമ്പുരാനെ കാത്തിരുന്നത്. എന്നാൽ അതെല്ലാം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചു. നമ്മെയും ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് ഓരോ ദൗത്യങ്ങളുമായാണ്. ആരെയും ദൈവം യാതൊരു ലക്ഷ്യവുമില്ലാതെ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. നമുക്ക് ദൈവം സുഖ സമ്പന്നത മാത്രമായി ഒരു ജീവിതം അനുവദിച്ചിട്ടുമില്ല. കർത്താവിൻ്റെ മേൽ പകർന്ന കൃപ നമ്മുടെയും മേൽ പകർന്നിരിക്കുകയാണ്. ജീവിത സാഹചര്യങ്ങളിൽ, വേദനകളിൽ ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നതിനെ നാം ജ്വലിപ്പിക്കുകയും അതിൽ നിലനിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ എല്ലാത്തിൻ്റെയും മധ്യത്തിൽ നമുക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ നിലനിൽക്കുവാൻ സാധിക്കും. യെശയ്യാവ് 60:19 പറഞ്ഞിരിക്കുന്നത് പോലെ യഹോവ നമുക്ക് നിത്യപ്രകാശവും നമ്മുടെ തേജസ്സുമായി നമ്മോട് കൂടെയിരിക്കും. ഗിദെയോനോട് യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവം ഇന്ന് നമ്മോടും അതുതന്നെ പറയുകയാണ്. ബാലനായ യിരെമ്യാവിനെ ദൈവം അയക്കുമ്പോൾ നിന്നെ വിടുവിക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാണ് അയച്ചത്. നമ്മെയും ഓരോ സാഹചര്യങ്ങളിലേക്ക് അയക്കുമ്പോൾ, ദൈവവേലയ്ക്കായി ദൈവം നമ്മെ അയക്കുമ്പോൾ സമാധാനവും കൂടെയിരിക്കുന്ന ദൈവസാന്നിധ്യവും വാഗ്ദത്തം ചെയ്താണ് അയക്കുന്നത്. നമുക്ക് കർത്താവിൽ ധൈര്യപ്പെടാം, വിശ്വാസത്തിൽ ഉറയ്ക്കാം. കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ നമ്മോട് കൂടെ സദാസമയം ഇരിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മെ വിളിച്ച വിളിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ ഉറപ്പോടെ നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.